ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനകത്തുള്ള ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മുൻ വർഷങ്ങളിൽ കേരള PSC ചോദിച്ചിരിക്കുന്നതുമായ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഇൻ എ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ദ നമ്പർ ഓഫ് ടീത്ത് ഇൻ ദ ഡ്രൈവിംഗ് ഗിയേഴ്സ് 38. To rotate the output shaft at half of the RPM of driving shaft, the number of teeth required in the driven gear is. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സ്പീഡും നമ്പർ ഓഫ് ടീത്തും, ഗിയറിന്റെ സ്പീഡും നമ്പർ ഓഫ് ടീത്തും തമ്മിലുള്ള റിലേഷൻ വെച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഡ്രൈവിംഗ് ഗിയേഴ്സിനകത്തുള്ള രണ്ട് ഗിയർ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഡ്രൈവിംഗ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആണ്, ഇൻപുട്ട് ഷാഫ്റ്റിൽ നിന്ന് കണക്ട് ചെയ്തേക്കുന്ന ഗിയർ ആണ് ഡ്രൈവിംഗ് ഗിയർ. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഷാഫ്റ്റിനകത്തേക്ക് കണക്ട് ചെയ്തേക്കുന്നത് ഡ്രിവൺ ഗിയർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് ദ നമ്പർ ഓഫ് ടീത്ത് ഇൻ ദ ഡ്രൈവിംഗ് ഗിയർ, ഇൻപുട്ട് ഗിയറിനകത്തുള്ള ടീത്ത്, നമ്പർ ഓഫ് ടീത്ത് ഇപ്പൊ തന്നിട്ടുണ്ട് 38 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സ്പീഡ് തമ്മിലുള്ള സ്പീഡ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഷാഫ്റ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡ്രൈവിംഗ് ഷാഫ്റ്റിന്റെ സ്പീഡിന്റെ പകുതിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് ടീത്ത് റിക്വയർഡ് ഇൻ ദ ഡ്രിവൺ ഗിയറിനകത്തുള്ള ഗിയേഴ്സിനകത്തുള്ള നമ്പർ ഓഫ് ടീത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് N1Z1 ഈക്വൽ ടു N2Z2. N1 എന്ന് പറഞ്ഞാൽ സ്പീഡ്, N എന്ന് പറഞ്ഞാൽ സ്പീഡിന് ഇൻഡിക്കേറ്റ് ചെയ്യും, 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ അതായത് ഡ്രൈവിംഗ് ഗിയറിനെയും, 2 എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഗിയർ അഥവാ ഡ്രിവൺ ഗിയറിനെയാണ്. Z ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ടീത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് Z1 ഇൻപുട്ട് ഗിയറിനകത്തുള്ള നമ്പർ ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ 38 ആണ്. ഡ്രൈവിംഗ് ഗിയർ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ 38 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ സ്പീഡ് 2 എടുത്തു കഴിഞ്ഞാൽ 2 യൂണിറ്റ് ആണ് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് ഷാഫ്റ്റിന്റെ പകുതിയാണ് ഔട്ട്പുട്ട് ഷാഫ്റ്റിനകത്തുള്ള സ്പീഡ്. അപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകുതി 1 ആണ് വരിക, 1 ആണ് വരിക. ഓക്കെ, ഇൻറ്റു Z2ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Z2 is equal to 76 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C 76 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bearing to support the propeller shaft is. പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ബെയറിംഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷനകത്ത് 4 ഓപ്ഷനകത്ത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് പ്ലമ്മർ ബ്ലോക്ക് ആണ്. പ്ലമ്മർ ബ്ലോക്ക് ചിത്രത്തിൽ കാണിക്കുന്ന പോലെ പ്ലമ്മർ ബ്ലോക്ക് ആണ് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ബെയറിംഗ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ദ ബെയറിംഗ് ടു സപ്പോർട്ട് ദ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഈസ് ആൻസർ വരുന്നത് ഓപ്ഷൻ A പ്ലമ്മർ ബ്ലോക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഷിപ്പ് ഡസ് നോട്ട് റിക്വയർ എ ഗിയർ ബോക്സ് ഓർ എൻജിൻ റിവേഴ്സ് മെക്കാനിസം ഇഫ് ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ. അപ്പോൾ ഒരു എൻജിൻ റിവേഴ്സിംഗ് മെക്കാനിസമോ അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സോ ആവശ്യമില്ലാത്തതാണെങ്കിൽ അതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആൻസർ കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലർ ആണ്. ഓപ്ഷൻ B കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലർ. അതായത് കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലറിന്റെ വർക്കിംഗ് ഈ ഒരു അനിമേഷൻ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ഒരു അനിമേഷൻ വീഡിയോക്കകത്ത് കാണിച്ച പോലെ അതായത് ആംഗിൾ ഓഫ് അറ്റാക്ക്, അതായത് ബ്ലേഡിന്റെ പ്രൊപ്പല്ലറിന്റെ ആംഗിൾ ഓഫ് അറ്റാക്ക് ചേഞ്ച് ചെയ്യുന്നത് മൂലം അതിന്റെ പിച്ച് ചേഞ്ച് ചെയ്യാണ്, പിച്ച് വാരി ചെയ്യുന്നു. അപ്പോൾ പിച്ച് വാരി ചെയ്യണതനുസരിച്ച് ഏത് ഡയറക്ഷനിലോട്ടാണ് ത്രസ്റ്റ് എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു അനിമേഷനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആംഗിൾ ഓഫ് അറ്റാക്കും അതിനോടനുബന്ധിച്ച് ബ്ലേഡ് പിച്ചും ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണ് അതിന്റെ ത്രസ്റ്റ് എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഫോർവേഡ് ഡയറക്ഷനിലാണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ഡയറക്ഷനിലേക്കും, അതായത് ബ്ലേഡ് ഫ്രണ്ടിലോട്ടും. ഓക്കെ,
അതുപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് പോകാനാണെങ്കിൽ ബാക്കിലോട്ടും ഈ ഒരു രീതിയിൽ ബ്ലേഡിന്റെ ആംഗിൾ മാറ്റിയിട്ട് അതനുസരിച്ച് പിച്ചും ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത്, അതായത് ഗിയർ ബോക്സോ അല്ലെങ്കിൽ എഞ്ചിൻ റിവേഴ്സ് മെക്കാനിസമോ ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലർ ഉപയോഗിച്ചിട്ടാണ്. ഓപ്ഷൻ ബി ആണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവഡേയ്സ് ദ ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ഈസ്. അപ്പോൾ നാല് ഓപ്ഷനകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സിങ്ക്രണോ മെഷ് ഗിയർ ബോക്സ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഗിയർ ബോക്സ് സിങ്ക്രണോ മെഷ് ഗിയർ ബോക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഗിയേഴ്സ് തമ്മിൽ എൻഗേജ് ചെയ്യുമ്പോഴത്തേക്ക് അത് വളരെ സ്മൂത്ത് ആയിരിക്കും. ഗിയറിന്റെ എൻഗേജ്മെന്റ് വളരെ സ്മൂത്ത് ആയിരിക്കും. മാത്രമല്ല വൈബ്രേഷൻ കുറവ്, അതേപോലെ നോയ്സ് മറ്റുള്ള ഗിയർ ബോക്സിനെ അപേക്ഷിച്ച് നോയ്സ് ലെവല് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇത്രയും ഈ റീസൺ കാരണം ഇപ്പോഴേ ഇറങ്ങുന്ന ഓട്ടോമൊബൈൽസിന് മൊത്തം സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണോ മെഷ് ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിന് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ സിങ്ക്രണോ മെഷ് ഗിയർ ബോക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് വിച്ച് ഈസ് നോട്ട് മാച്ച്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മാച്ച് അല്ലാത്തത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് പെട്രോൾ എഞ്ചിൻ കറക്റ്റ് ആണ്. അതായത് പെട്രോൾ എഞ്ചിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. അതായത് ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ എഞ്ചിന്റെ വേറൊരു പേരാണ് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ അഥവാ SI എഞ്ചിൻ എന്ന് കൂടി വിളിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇഞ്ചക്ടർ നേരെ വരുന്നത് ഡീസൽ എഞ്ചിനാണ്. അതും കറക്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഡീസൽ എഞ്ചിനകത്ത് ഇഞ്ചക്ടർ ആണ് യൂസ് ചെയ്യുന്നത്, ഫ്യൂവൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കറക്റ്റ് ആണ്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ പ്ലേറ്റ് ക്ലച്ച് കറക്റ്റ് ആണ്. ക്ലച്ചിനകത്ത് വരുന്നത് ഒരു പർട്ടിക്കുലർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ പ്ലേറ്റും ക്ലച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡിഫറൻഷ്യലിന് നേരെ മാസ്റ്റർ സിലിണ്ടർ ആണ്. ആക്ച്വലി മാസ്റ്റർ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ബ്രേക്കിനകത്തുള്ള ഒരു കോമ്പോണന്റ് ആണ്. അത് ഡിഫറൻഷ്യലിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ഡിഫറൻഷ്യലും മാസ്റ്റർ സിലിണ്ടറും വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.